മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. എറണാകുളം പെരുമ്പാവൂരിൽ പരസ്യ ചിത്രീകരണത്തിനിടെ യുവാവ് പാറമടയിൽ മുങ്ങി മരിച്ചു. ഡൽഹി അംബേദ്കർ നഗർ സ്വദേശി ദിയാൻഷു ജോഷിയാണ് മരിച്ചത്. മുടക്കുഴ പെട്ടമല പാറമടയിലാണ് അപകടമുണ്ടായത്. ജോയ് മോൻ ആണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജോയ് മോൻ, എന്തായാലും അതിദാരുണമായിട്ടുള്ള സംഭവമായി പോയി. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. അതായത് നമ്മുടെ എറണാകുളം പെരുമ്പാവൂരിലുള്ള പാറമടയിൽ പരസ്യ ചിത്രീകരണത്തിന്റെ ലൊക്കേഷൻ കാണാനെത്തിയ യുവാക്കളുടെ സംഘമാണ്. യുവാക്കളുടെ സംഘത്തിൽപ്പെട്ട പ്രധാന മോഡലായ ഡൽഹി സ്വദേശിയായ ദിയാൻഷു ജോഷിയാണ് ഇത്തരത്തിൽ മരണപ്പെടുന്നത്. അതായത് ഇവർ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഇത് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ നാളെ ഇവരുടെ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഇവരുടെ തുണിമില്ലിന്റെ പരസ്യ ചിത്രീകരണത്തിന്റെ ഭാഗമായാണ് ഇവർ എറണാകുളത്ത് എത്തുന്നത്. അതിന് എറണാകുളത്ത് എത്തുകയും ഈ പാറമട ഈ പെരുമ്പാവൂരിലുള്ള മുടക്കുഴ പെട്ടമല പാറമടയിൽ വെച്ചായിരുന്നു ഇവർ ഈ ചിത്രീകരണം പ്ലാൻ ചെയ്തിരുന്നത്. ആ പ്ലാൻ പ്രകാരം ഇവർ ഇതിന്റെ ലൊക്കേഷൻ കാണാനായിട്ട് എത്തിയതായിരുന്നു. ഈ എത്തിയ വഴിക്ക് തന്നെയാണ് ഇവർ ഈ സ്ഥലവുമായി യാതൊരുവിധ പരിചയമുള്ള ആളുകളല്ല. ഇവർക്ക് ഈ റീൽസ്, അതായത് ഇതിന്റെ ഈ വർഷങ്ങളായി ഈ പാറമട എന്ന് പറഞ്ഞ ഉപയോഗശൂന്യമാണ്, അടച്ചിട്ടിരിക്കുകയാണ്. ഈ പാറമടയുടെ ഹെലിക്യാം ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് ഇവർ ഇവിടേക്ക് എത്തുന്നതും ഈ ചിത്രീകരണത്തിന്റെ ആവശ്യങ്ങൾക്കായി. ഇത്തരത്തിൽ ഇവിടെ എത്തുകയും ഈ മരണപ്പെട്ട ദിയാൻഷു വെള്ളത്തിൽ ഇറങ്ങുകയായിരുന്നു. ഇത്തരത്തിൽ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴത്തേനും ഇയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിലകിട്ടാതെ വെള്ളത്തിലേക്ക് മുങ്ങി താഴുകയുമായിരുന്നു. പിന്നാലെ ഉടൻ തന്നെ ഈ പോലീസിലും മറ്റും ഇവർ സംഘത്തിലുള്ള യുവാക്കൾക്കൊപ്പം മലയാളികളും ഉണ്ടായിരുന്നു. 3 പേര് മലയാളികളും മറ്റ് ഡൽഹി സ്വദേശികളുമായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നു. ഇവർ ഉടൻ തന്നെ പോലീസിനെയും മറ്റു നാട്ടുകാരെയും വിവരം അറിയിച്ച് സ്ഥലത്തെത്തി ഉടൻ തന്നെ മൃതദേഹം കരക്കെത്തിച്ചു. പക്ഷേ എങ്കിൽ തന്നെയാലും മരണം സംഭവിച്ചിരുന്നു ഇയാളുടെ. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം അല്ലെങ്കിൽ അപകടമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ പാറമടയിൽ വർഷങ്ങളായി ഇവിടെ ഒഴിഞ്ഞിരിക്കുന്ന പാറമടയിൽ അല്ലെങ്കിൽ മുൻപും ഇത്തരത്തിൽ യുവാക്കൾ ഇവിടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങുകയും അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് മരണമടയുന്ന സാഹചര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇവിടെ ഈ പ്രവേശനം ഉൾപ്പെടെ നിരോധിച്ചിരുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നിരോധിച്ചിരുന്ന ഒരു പാറമടയാണിത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു. അതായത് ഡൽഹി സ്വദേശിയായ യുവാവാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. സ്വാതി. ശരി ജോയി, പെരുമ്പാവൂരിലാണ് യുവാവ് പാറമടയിൽ മുങ്ങി മരിച്ചു എന്നുള്ളത്. ജോയി, അത് എന്തായാലും ഒരു പരസ്യ ചിത്രീകരണത്തിനായി എത്തിയതാണ് എന്ന് പറയുന്നു, ഡൽഹി സ്വദേശിയാണ് എന്ന് പറയുന്നു. ഇവിടെ ഈ ഒരു പരസ്യ ചിത്രീകരണം ഇത്തരത്തിൽ ചിത്രീകരിക്കാൻ നേരത്തെ തന്നെ അവർ പദ്ധതി ഇട്ടിരുന്നതായിരിക്കുമല്ലോ. അപ്പോൾ വേണ്ടത്ര സുരക്ഷാ സൗകര്യങ്ങളൊന്നും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ലേ? ഈ ഒരു അപകടത്തിലേക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നയിച്ചത്? സ്വാതി, ഇവർ ഇവിടെ നാളെ ഈ പാറമടയിൽ ഈ പാറമടയോട് ചേർന്ന് ചിത്രീകരണം നാളെ ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായി ഈ പാറമടയുടെ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ചുറ്റുപാടുമൊക്കെ നിരീക്ഷിക്കാൻ അല്ലെങ്കിൽ അത് വിലയിരുത്താൻ വേണ്ടിയായിരുന്നു ഈ സംഘം എത്തുന്നത്. പക്ഷേ ഇന്ന് ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടില്ല. നാളെ തുടങ്ങാനുള്ളത് കൊണ്ട് തന്നെ ഇവർ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അവിടെ ഒരുക്കിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇവർ ഈ സംഘത്തിൽ ഏകദേശം 3 ഡൽഹി സ്വദേശികളും അതുപോലെ തന്നെ മലയാളികളും ഉണ്ടായിരുന്നു. അവർ വന്ന് ഈ ലൊക്കേഷൻ പരിശോധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ നിരീക്ഷിക്കുന്നതിടെയാണ് ഈ പരസ്യ ചിത്രീകരണ സംഘത്തിലെ പ്രധാന മോഡലായിട്ടുള്ള ദിയാൻഷു ജോഷി വെള്ളത്തിലേക്ക് ചാടുന്നതും വെള്ളത്തിൽ നീന്താൻ ശ്രമിക്കുന്നതും. ഇത്തരത്തിൽ നീന്താൻ ശ്രമിക്കുന്നതിടെയാണ് നിലയില്ലാ കയത്തിലേക്ക് പോകുന്നതും പിന്നാലെ ഈ അപകടത്തിൽപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇവർ ഷൂട്ടിംഗ് ക്രമീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അവിടെ ഒരുക്കിയിരുന്നില്ല. അതുപോലെ തന്നെയായാലും ഇവർ ഈ ഷൂട്ടിങ്ങിന് എത്തുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പാറമടയുടെ ആകാശ ദൃശ്യങ്ങൾ റീൽസിൽ, അത് ഇൻസ്റ്റാഗ്രാമിലെ സമൂഹ മാധ്യമത്തിലെ റീൽസിൽ മാത്രം കണ്ട് പരിചയമുള്ള സംഘമായിരുന്നു ഇവർ. അതിനുശേഷമാണ് ഇവർ ഇവിടേക്ക് എത്തുന്നതും. പക്ഷേ ഇത് ചിത്രീകരിക്കുന്നതിനായിട്ട് മറ്റ് അനുമതികളോ കാര്യങ്ങളോ ഒന്നും ഇവർ ഈ